ദേവസ്വം സ്വത്തുക്കൾ ശ്രദ്ധയില്ലാതെ കൈകാര്യം ചെയ്തതിൽ കടുത്ത അമർഷവുമായി ഹൈക്കോടതി. ശബരിമലയിലെ നാളികേരം, പുഷ്പം കരാറുകൾ ഹൈക്കോടതി റദ്ദാക്കി. പുതിയ ടെൻഡർ വിളിക്കാൻ ഉത്തരവ്. പവിത്രമായ സ്വത്തുക്കളുടെ സൂക്ഷിപ്പുകാരൻ അവരിലുള്ള വിശ്വാസം നശിപ്പിക്കരുത്. ക്ഷേത്ര സ്വത്തുക്കളുടെ കാര്യത്തിൽ സുതാര്യത വേണം. കരാറുകളിൽ ഏറ്റവും മികച്ച വരുമാനം ഉറപ്പാക്കുക ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്വമാണ്. ഭാവി ഇടപാടുകളിൽ പ്രൊഫഷണലിസവും സൂക്ഷ്മതയും ഉറപ്പാക്കണം എന്നും കോടതി നിർദ്ദേശിച്ചു. ബിനിൽ ചേരുന്ന വിവരങ്ങളുമായി. ബിനിൽ, കോടതി മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? വിശദവിവരങ്ങൾ എന്താണ്? മോത്തി, ഈ സീസണിൽ അതായത് വരുന്ന മണ്ഡല മകരവിളക്ക് കാലത്തെ നാളികേരം, പുഷ്പം, ആ കരാറുകളാണ് ഹൈക്കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. നടപടിക്രമങ്ങളിൽ വീഴ്ച വന്ന ഒറ്റ കാരണം കൊണ്ടാണ് ആ ടെൻഡറുകൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. ശബരിമലയിലെ നാളികേര കരാർ എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്സാരമായി കാണരുത്. ഒരു സീസണിൽ ഏതാണ്ട് ഒരു 1.5 കോടി നാളികേരമെങ്കിലും സന്നിധാനത്ത് എത്തുന്നുണ്ട് എന്നതാണ് ഏകദേശ കണക്ക്. അതുകൊണ്ട് തന്നെ വലിയ തുകയ്ക്കാണ് കരാറുകളൊക്കെ തന്നെ പോകുന്നത്. അതിൽ ശ്രദ്ധയില്ലാതെ മുന്നോട്ട് പോയതിലാണ് ഹൈക്കോടതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത്. ആ ഉത്തരവിന്റെ അവസാന പാരഗ്രാഫിൽ ഹൈക്കോടതി ദേവസ്വം ബോർഡിന്റെ നടപടികളെ നിശ്ചിതമായി തന്നെ വിമർശിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമെന്നത് ക്ഷേത്രത്തിന്റെ ഒരു ട്രസ്റ്റി എന്നതാണ് ദേവസ്വം ബോർഡിന്റെ സങ്കല്പം. ആ രീതിയിലാണ് പോകുന്നത്. അതായത് ഡയറ്റിയെ നമ്മൾ ഒരു മൈനറായാണ് കാണുന്നത്. ആ ഡയറ്റിയുടെ സ്വത്തുക്കൾ അത് കൃത്യമായി കൈകാര്യം ചെയ്യാനുള്ള ഒരു അവകാശമാണ് ദേവസ്വം ബോർഡിന് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ആ പവിത്രമായ ആ അവകാശം, സ്വത്തുക്കൾ അത് കൈകാര്യം ചെയ്യുന്നതിൽ സൂക്ഷ്മത വേണം. ആ സൂക്ഷ്മതയില്ലാതെ, സുതാര്യതയില്ലാതെ മുന്നോട്ട് പോകരുത് എന്നാണ് ഹൈക്കോടതി പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ കരാറുകളിലൊക്കെ ഈ ദേവസ്വത്തിന് പരമാവധി വലിയ വരുമാനം, ഏറ്റവും കൂടുതൽ വരുമാനം ഉറപ്പാക്കുക എന്നതാണ് ഈ ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകരുത്. ഇവിടെ സുതാര്യതയില്ലാതെ, സൂക്ഷ്മതയില്ലാതെ ഒക്കെയാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. അത് തെറ്റായ സന്ദേശമാണ്. അതായത് ഈ ദേവസ്വം സ്വത്തുക്കളുടെ കൈകാര്യം ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം എന്ന നിലയിൽ ദേവസ്വം ബോർഡ് പുലർത്തേണ്ട സൂക്ഷ്മത അതൊരിടത്തും ഉണ്ടായിട്ടില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. സ്വർണ്ണപ്പാളി വിവാദം ഇത്ര ശക്തമായി നിൽക്കുന്ന സമയത്ത്, ഈ നിർണായക സമയത്താണ് കോടതിയുടെ ഈ ഇടപെടലും ഇക്കാര്യത്തിൽ വളരെ രോഷത്തോടുകൂടി കോടതി ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്നതും ഏറ്റവും പ്രധാനമാണ്. ബിന്നിലാണ് ഇക്കാര്യങ്ങളുടെ വിശദ വിവരങ്ങൾ നൽകിയത്.